ഹായ് നമസ്കാരം. സാധാരണക്കാരുടെ ഹോസ്പിറ്റൽ ചിലവുകളെ ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. പാവപ്പെട്ടവർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകിയിരുന്ന പദ്ധതിയാണ് RSBY കാർഡ്. പിന്നീടത് PMJY കാർഡായി മാറിയിരിക്കുന്നു. 2019 അവസാനമായി RSBY കാർഡ് പുതുക്കി PMJY കാർഡ് ആയിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ പുതുക്കലോ മറ്റോ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പല ആളുകൾക്കും പലതരത്തിലുള്ള സംശയങ്ങളുമുണ്ട്. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് താഴെ നിരവധി ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതിയത് എടുക്കുവാൻ സാധിക്കുമോ? അതുപോലെ 2019 ശേഷം പുതുക്കിയിട്ടില്ല, അപ്പോൾ എങ്ങനെ പുതുക്കാം? അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടു പോയി, അതിനെ തിരിച്ചെടുക്കുവാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ നശിച്ചു പോയി, എങ്ങനെ എടുക്കാം? അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? കല്യാണം കഴിഞ്ഞ് പുതിയ റേഷൻ കാർഡിലേക്ക്, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ റേഷൻ കാർഡിലേക്ക് ചേർത്തിയ സ്ത്രീക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭ്യമാണോ? റേഷൻ കാർഡ് സ്പ്ലിറ്റായി പോയ പുതിയ റേഷൻ കാർഡ് ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുമോ? തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സംശയങ്ങളാണ് ആ കമൻറ്റ് സെക്ഷൻ ചോദിച്ചിരുന്നത്. ഇതിനെല്ലാം ഉള്ള മറുപടിയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. അതിനുള്ള ഏറ്റവും എളുപ്പവഴി റേഷൻ കാർഡിൻ്റെ പിറകുവശത്ത് RSBY കാർഡ് എന്നോ അതല്ലെങ്കിൽ കാരുണ്യ ഇൻഷുറൻസ് കാർഡോ തുടങ്ങിയിട്ടുള്ള സീലുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇനി അതല്ല റേഷൻ കാർഡ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താണ്, അതല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഈ റേഷൻ കാർഡാണ്. ഇത്ര അവസരങ്ങൾ എങ്ങനെ നോക്കാം എന്ന് നോക്കാം. താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പറും അടിച്ച ശേഷം OTP എടുക്കുക. തുടർന്ന് ലോഗിൻ വരുന്ന പേജിൽ നമ്മുടെ ആധാർ നമ്പർ, ആ റേഷൻ കാർഡ് ഉൾപ്പെട്ടുള്ള ആരെങ്കിലും ഒരാളുടെ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നഷ്ടപ്പെട്ട കാർഡ് എങ്ങനെ എടുക്കാം എന്നതിന് കൂടെയുള്ള മറുപടിയാണിത്. നഷ്ടപ്പെട്ടതോ അതല്ലെങ്കിൽ കേടുവന്നതോ ആയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇത്തരത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കാർഡാക്കിയോ അതല്ലെങ്കിൽ ലാമിനേഷൻ ചെയ്തോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററിലോ ചെന്ന് കാര്യം പറഞ്ഞാൽ അവർ എടുത്തു തരുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഒരു റേഷൻ കാർഡിൽ നിന്ന് മറ്റ് റേഷൻ കാർഡിലേക്ക് വന്നതാണ്, അത് കല്യാണം കഴിഞ്ഞ് വന്നതോ ആവാം, അതല്ലെങ്കിൽ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കി അതിലേക്ക് പോയത്, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ള റേഷൻ കാർഡിൽ നിന്ന് വെട്ടി പുതിയൊരു റേഷൻ കാർഡ്, അതായത് അതിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അതോടുകൂടി കട്ടാവുന്നതാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നത് ഒരാൾക്കല്ല, പകരം ആ റേഷൻ കാർഡിനാണ്. ആ റേഷൻ കാർഡിൽ ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കും. ആദ്യകാലങ്ങളിൽ 5 പേർക്ക് മാത്രമായിരുന്നു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ റേഷൻ കാർഡിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് അർഹതയുണ്ട്. അതായത് ഒരു മരുമകളെ ആ റേഷൻ കാർഡിൽ നിന്ന് വെട്ടി ഇവിടുത്തെ റേഷൻ കാർഡിൽ ചേർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടാവും. അതല്ല, ഇവിടുത്തെ റേഷൻ കാർഡിൽ ആർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ചേർത്തിയ അംഗത്തിനും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരിക്കുകയില്ല. ഇനി പ്രധാനമായും ചോദിച്ചിരുന്ന മറ്റൊരു ചോദ്യമായിരുന്നു പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ എടുക്കാമെന്നത്. 2019 അവസാനമായി പുതുക്കി വന്നത്. നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പണ്ടത്തെ പോലെ ചിപ്പുള്ള കാർഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകുവശത്ത് 2019 എന്നോ അതല്ലെങ്കിൽ 2018 എന്നോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കിയിട്ടുണ്ട്. ഇനി അതല്ല, ആ സ്റ്റിക്കർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നിലവിൽ കട്ടായി കിടക്കുകയാണ്. പുതുതായി എന്നാണോ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വരുന്നത് ആ സമയത്ത് മാത്രമേ പുതുതായി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ അത് പുതുക്കുവാൻ ഇനി സാധ്യമല്ല. അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ പുതുതായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, അതായത് 5 ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കുന്ന പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് അപേക്ഷ നൽകാവുന്നതാണ്. എന്നാൽ കേരളത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ ആ കാർഡ് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. കേരളത്തിന് പുറത്തുള്ള പല ഹോസ്പിറ്റലുകളിലും കോയമ്പത്തൂരിലും മറ്റും ആ കാർഡ് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അപേക്ഷിക്കാൻ വരുന്നതാണ്. നിലവിൽ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ അപേക്ഷ ക്ഷണിച്ചു എന്ന് തെറ്റായ ന്യൂസ് വരുന്നുണ്ട്. അത് തികച്ചും തെറ്റാണ്. പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഒരു കാരണവശാലും അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരികയില്ല.
ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.